നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് സൃഷ്ടിക്കുന്ന ഭീതിയും ഗൾഫ് നാടുകളിലെ നിയന്ത്രണങ്ങളും അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ അത്യാവശ്യക്കാർക്ക് നാട്ടിലെത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് വിവിധ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു വരികയാണ്. ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനങ്ങളെടുക്കാൻ കേന്ദ്ര സർക്കാരും അതിനായുള്ള ശക്തമായ സമ്മർദ്ദത്തിന് സംസ്ഥാന സർക്കാരും തയ്യാറാവണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇതിനിടെയാണ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരെ സ്വീകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി UAE ഭരണകൂടം രംഗത്ത് വന്നത്. പ്രവാസികളെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത്തരം രാജ്യങ്ങളുമായുള്ള തൊഴിൽ കരാർ പുനഃപരിശോധിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം രാജ്യങ്ങളുടെ തൊഴിലാളി റിക്രൂട്ട്മെന്റ് കോട്ട വെട്ടിക്കുറയ്ക്കാനും തീരുമാനിച്ചു. COVID-19 വ്യാപനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയിലെ ജോലിക്കാരിൽ പലരും നാട്ടിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ചില രാജ്യങ്ങൾ ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്താത്തത് മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും UAE വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. ഓരോ രാജ്യങ്ങളുടെയും കോവിഡ് രോഗമില്ലാത്ത പൗരന്മാരെ നാട്ടിലെത്തിക്കാമെന്ന വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം വിവിധ എംബസികളെ അറിയിച്ചിരുന്നു. എന്നാൽ പല രാജ്യങ്ങളും ഇതിനോട് പ്രതികരിച്ചതേയില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം രാജ്യങ്ങളുമായുള്ള തൊഴിൽ കരാറുകൾ പുനഃപരിശോധിക്കുമെന്ന് UAE മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഏതെല്ലാം രാജ്യങ്ങൾക്കെതിരെയാണ് നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കോവിഡ് കാരണമുള്ള പ്രതിസന്ധിയെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലുള്ള നിരവധി പേർ നിലവിൽ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലോ ലീവിലോ ആണ്. ഈ സാഹചര്യത്തിലാണ് ഇവർ നാടുകളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ ഈ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ സ്വീകരിക്കുന്നതിൽ ഉപരോധം ഏർപ്പെടുത്താനും UAE സർക്കാർ ആലോചിക്കുന്നുണ്ട്. സ്വന്തം പൗരന്മാരുടെ കാര്യത്തിൽ അതത് രാജ്യങ്ങൾക്കാണ് ഉത്തരവാദിത്തമെന്നും UAE വ്യക്തമാക്കി. അതേസമയം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വിമാന സർവീസിന് തയ്യാറാണെന്ന് UAE അറിയിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. നേരത്തെ വിമാന കമ്പനികൾ ഇന്ത്യയിലേക്ക് ഷെഡ്യൂൾ സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു. ബുക്കിംഗും തുടങ്ങിയിരുന്നു. എന്നാൽ ഇന്ത്യ അനുമതി നൽകാത്തതിനെ തുടർന്ന് വിമാന സർവീസുകൾ സാധ്യമായില്ല. നാട്ടിലേക്ക് പോകാൻ സന്നദ്ധരാകുന്ന പ്രവാസികൾക്ക് അവധി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും UAE നൽകുന്നുണ്ട്. എല്ലാ ഇന്ത്യക്കാരെയും ഇന്ത്യയിലെത്തിക്കാൻ തയ്യാറാണെന്ന് UAEയുടെ ഇന്ത്യയിലെ അംബാസഡറും വ്യക്തമാക്കിയിരുന്നു. ഷെഡ്യൂൾ വിമാന സർവീസുകളെ കുറിച്ച് മെയ് മാസത്തിൽ ആലോചിക്കാം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതേസമയം തങ്ങളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്ന് UAE അടക്കമുള്ള ഗൾഫിലെ ഇന്ത്യൻ പ്രവാസികളുടെ മുറവിളി ശക്തമാണ്. ഈ സാഹചര്യത്തിൽ UAE ഗവൺമെന്റിന്റെ ഇത്തരമൊരു തീരുമാനം പ്രവാസികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അമേരിക്കയും സമാനമായ രീതിയിൽ നേരത്തെ നിലപാട് സ്വീകരിച്ചിരുന്നു. അമേരിക്കയിൽ നിന്നും വരുന്ന സ്വന്തം പൗരന്മാരെ പ്രവേശനം നിഷേധിക്കുന്ന രാജ്യങ്ങൾക്ക് വിസ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കോവിഡ് രോഗം പിടിമുറുക്കിയ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ നിന്നും വരുന്ന പ്രവാസികളെ ഏതെങ്കിലും രാജ്യം സ്വീകരിക്കാതിരിക്കുകയോ അതിന് കാലതാമസവും വരുത്തുകയോ ചെയ്താൽ നടപടിയുണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. സ്വന്തം പൗരന്മാരെ സ്വീകരിക്കാതിരിക്കുന്നത് അമേരിക്കക്കാർക്ക് അസ്വീകാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ട്രംപ് വിശദീകരിച്ചിരുന്നു. അതേസമയം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ പുതിയ ഹെൽപ്പ് ഡെസ്കുമായി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള നോർക്ക രംഗത്തെത്തിയിട്ടുണ്ട്. സൗദിയിലെ ദമാം, റിയാദ് എന്നിവിടങ്ങളിൽ ഇന്ന് നോർക്ക ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. UAEയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളിൽ ഇന്ന് നിരവധി പുതിയ പ്രവർത്തകർ അണിചേർന്നു. ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നീ ഗൾഫ് നാടുകളിലെ ഹെൽപ്പ് ഡെസ്കുകളിലും നിരവധി പുതിയ സന്നദ്ധ പ്രവർത്തകരും അണിചേർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ വിവിധ ഹെൽപ്പ് ഡെസ്കുകളിൽ പ്രവർത്തിക്കാൻ സന്നദ്ധതയെ അറിയിച്ചിട്ടുണ്ടെന്നും അതത് രാജ്യങ്ങളുടെ നിയമത്തിന് വിധേയമായി ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുമെന്നും നോർക്കോ CEO വ്യക്തമാക്കി. അതിനിടെ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. ദുബായിൽ വെച്ച് കണ്ണൂർ ടെമ്പിൾ ഗേറ്റ് സ്വദേശി പ്രദീപ് സാഗറാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് ശ്വാസം മുട്ടൽ, പനി, ചുമ തുടങ്ങിയ ശാരീരിക അസ്വസ്ഥങ്ങളെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. COVID-19 സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയോടെ ആരോഗ്യനില വഷളാവുകയായി അന്ത്യം സംഭവിക്കുകയായിരുന്നു. അതേസമയം ദുബായിൽ പ്രദീപിന് വേണ്ടത്ര ചികിത്സാ സൗകര്യം ലഭിച്ചില്ലെന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന സഹോദരി ഭർത്താവ് വിളിച്ച് നാട്ടിലെ ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ട്. പ്രദീപിന്റെ മരണത്തോടെ UAEയിൽ COVID-19 തുടർന്ന് മരിച്ച മലയാളികളുടെ എണ്ണം 3 ഉയർന്നു. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ COVID-19 തുടർന്ന് മരിച്ച മലയാളികളുടെ എണ്ണം 5 ഉയർന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.